തടി കുറയ്ക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. ആ ചപ്പാത്തി ഒന്നും കുഴക്കണ്ടായിരുന്നു. അതിന് കുറെ ആരോഗ്യം ഞാൻ അങ്ങ് ഉപയോഗിച്ചു. ഇറങ്ങിപ്പോടാ കൊച്ചു വന്നാ മോളാണോ മോനാണോ? ഇല്ലടി വേദന തുടങ്ങിയിട്ടേ ഉള്ളു. അതിനൊരു കുഴപ്പമില്ല തോന്നുന്നു. ഞാനിപ്പോ പോവും. പോകണ്ടൊക്കെ പോ, അത് കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങാനാ. ഇല്ല പോയി ചാടിക്കോ. പറ്റൂല. നെവിൻ രണ്ടാമതായി പുറത്തായിരിക്കുന്നു. ഇതാണ് പറയുന്നത്, കുറച്ച് കഴിക്കണം. അയ്യോ എന്താടാ? കൊള്ളാലോ, നേരെ നിക്ക്. അനിമോൾ സ്ട്രെയിറ്റിൽ നിക്ക്. പിന്നെ ഞങ്ങളൊക്കെ എന്താ അപ്പം തിന്നാനായിട്ടാണോ വന്നേക്കുന്നത് ഇവിടെ? ഇതിങ്ങനെ ചരിയൊന്ന് ബിഗ് ബോസ്. ആദ്യം മര്യാദക്ക് സെന്ററിൽ നിൽക്കുക. അത് റെസ്റ്റിംഗ് പൊസിഷൻ ആണ്. ബിഗ് ബോസ് അങ്ങനെ ചെയ്യാമോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ചെയ്യാമല്ലോ. അങ്ങനെ അൺഫെയർ ആണ്. അങ്ങനെ നിൽക്കണം. ഞാൻ അങ്ങനെയാ നിന്നത്. ഇവിടെ നോക്ക്, ഞാൻ അവിടെ നോക്കാം. അനീഷേട്ടാ വാ, ഇരിക്കെ വന്നിരിക്കെ. അനീഷ് മൂന്നാമത് പുറത്തായിരിക്കുന്നു. ഓക്കെ ബിഗ് ബോസ്. അനിമോൾ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്ക്. സാബുമാനൊക്കെ നിൽക്കുന്ന പോലെ ചരിഞ്ഞ് നിൽക്കല്ലേ. അത് ഫെയർ അല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ചരിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റെസ്റ്റിംഗ് പൊസിഷൻ ആണ്. സാബുമാൻ ഫെയർ ആയിട്ടാണ് കളിക്കുന്നത്, അക്ബർ ഫെയർ ആയിട്ടാണ് കളിക്കുന്നത്. ഉറപ്പായിട്ടും പറയും. ഞാൻ അരി വറക്കാൻ വേണ്ടിട്ടല്ല ഇവിടെ വന്നിരിക്കുന്നത്. എന്റെ അനിമോളെ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കാൻ. അനിമോളെ ബിഗ് ബോസ് ഏൽപ്പിച്ചു. അനിമോള് ഫെയർ അല്ല കേട്ടോ. അനിമോൾ സ്ട്രൈറ്റ് ആയിട്ട് നിന്നേ. പൊസിഷനിലേക്ക് നിൽക്കാൻ അനിമോളെ. ഫെയർ ആയിരിക്കണം പ്ലീസ്. അനിമോള് ഫെയർ അല്ല. അവൾ റെസ്റ്റിംഗ് പൊസിഷനിലായിരുന്നു. ബിഗ് ബോസ് ഇവിടെ നമ്മൾ കഷ്ടപ്പെട്ട് അങ്ങനെ നിൽക്കണം. ചെയ്യുക. അതിലെ കറക്റ്റ് ആണ്. കുറെ നേരെ ഓ എന്ന് പറയുന്നത് എന്നാ ഇറങ്ങിക്കോ. ഇതെന്തോ ഇത്ര കഷ്ടപ്പെടുന്നത്? ഞാൻ അഭിനയിച്ചില്ല നിൽക്കുന്നത്. ഇത് അഭിനയമാണ്. നിന്റെ കാര്യം നോക്ക്. ബിഗ് ബോസ് പറയും. വെൽ പ്ലേഡ് അക്ബർ. സീരിയസ് ആയിട്ട് അക്ബർ കുറച്ചേരം ഇരിക്കുക. അടിപൊളിയായിരുന്നു. അക്ബർ